ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞാനും കൊച്ചും രാവിലെ ഫസ്റ്റ് പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കുറച്ച് ലേറ്റ് ആയി. അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കുവാണ്. ABC ജ്യൂസും സ്ക്രാമ്പിൾഡ് എഗ്ഗും. ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് രാവിലെ കഴിക്കുന്നത് ഇപ്പം. പിന്നെ ഇന്നിപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പം ഇത് മൂന്നുമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ്. ഈ ABC ജ്യൂസ് ഒരു ഗ്ലാസ് രാവിലെ കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ എന്തോ നല്ലൊരു ഹെൽത്തി ആയിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അതാണ് എൻ്റെ സംഭവം. ഇപ്പോൾ ഈ നമ്മുടെ നാടൻ ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും ഇടയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതുവഴി ഇതുവഴിയൊക്കെ ഒന്ന് കറങ്ങിത്തിരി നടന്നു. ഫുഡൊക്കെ ഡൈജസ്റ്റായി. ഇനിയിപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോവാണ്. സാറ്റർഡേയ്സ് ഞങ്ങൾ രാവിലെയാണ് ജിമ്മിൽ പോവാറ്. ബാക്കി മൺഡേ ടു ഫ്രൈഡേ നമ്മൾ വൈകിട്ടാണ് പോകുന്നത്, ഒരു 6 to 7 ആ ഒരു സമയത്ത്. സാറ്റർഡേയ്സ് ആണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ ജിമ്മിൽ പോകും. അവിടെ കൊച്ചുവിനെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ പിള്ളേരെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കൊടുത്താൽ അവർ 2 മണിക്കൂർ അവരെ നോക്കിക്കോളും. സോ അപ്പം നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പതുക്കെ ജിമ്മിലൊക്കെ പോയിട്ട് വരാം. സാറ്റർഡേ അതാണ് ഞങ്ങളുടെ ഒരു മോർണിംഗ് റൂട്ടീൻ. രാവിലെ ഒരു 9 തൊട്ട് ഒരു 11 വരെ ജിമ്മിൽ പോകും. അപ്പോൾ ഇന്ന് ഞാനിപ്പം സത്യത്തിൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഒരു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണോ, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നുണ്ട്. ലൈക്ക് കുറേ രാജ്യങ്ങളുടെ, ഏതൊക്കെ കൺട്രീസ് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഞാൻ അതിൻ്റെ കറക്റ്റ് കൺട്രീസിൻ്റെ പേര് ഓർക്കുന്നില്ല. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ഉള്ള ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവൽ, എല്ലാ കൺട്രീസിൻ്റെയും കൂടെ വൺസ് ഇൻ ആൻ ഇയർ ഇവിടെ നടക്കുന്നതാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം അതിന് ഞാൻ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അത് നിങ്ങളെ കാണിച്ചു തരാം. അതാണ് ഞാൻ ഇന്നിപ്പോൾ സത്യത്തിൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം. എനിക്ക് വേണ്ട, കൊച്ചു കഴിക്കുക. അത് ഫിനിഷ് ചെയ്യേ, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. സോ അതാണ്. അപ്പം ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് ഫിലിം ഫെസ്റ്റിവലിന്, ഇൻ്റർനാഷണൽ സ്പ്രിംഗ് ഫെസ്റ്റിവലിന്. അപ്പം ഇനി നമുക്ക് ഞങ്ങൾ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് അവിടെയും പോവാം. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ സാറ്റർഡേ പ്രോഗ്രാംസ്. അല്ലെ കൊച്ചു? I have the rosary. I believe in Jesus. എൻ്റെ കൊച്ചുവിൻ്റെ വേദപാഠ ക്ലാസ്സിലെ ഡീക്കൻ കൊടുത്തൊരു റോസറിയാണ്. നല്ല കളർ. ഐ ലൈക്ക് ദ കളർ ഓഫ് ദിസ് റോസറി. കുച്ചു വാണ്ട്സ് ടു ഗിവ് ദിസ് ആസ് എ ഗിഫ്റ്റ് ടു ആർക്കാ? Grandmother. ഗ്രാൻഡ് ആരാ? പേരെന്താ? മറിയമ്മ. ഓക്കെ. എൻ്റെ അമ്മ ഒരു കൊന്തയുടെ ആളാണ്. അമ്മ ഒത്തിരി കൊന്തയിലും, അമ്മയ്ക്ക് കൊന്തയാണ് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം. സോ ഇത് നമ്മൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിരിക്കും. എവിടെ സൈബർ ട്രക്ക്? ഓ, ദാറ്റ്സ് എ സൈബർ ട്രക്ക് ഹിയർ. So it goes. Some things are meant to be. This is the spring festival. നമ്മൾ പോകുന്നെന്ന് പറഞ്ഞ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഇതാണ്. അപ്പം ജിമ്മിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. വരുന്നവരെയും പോകുന്നവരെയൊക്കെ വായി നോക്കി, പല രാജ്യക്കാർ ഇതുവഴി വരുമല്ലോ, അവരെയൊക്കെ ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കും. Italy? Hungary. That should be Ireland. Yes. Should be Israel. Israel. That should be Italy. Yes. I don't know. Poland. Poland? Okay. I don't know. Jordan. Jordan? ജോർഡാൻ. എത്ര കൺട്രീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. പെട്ടെന്ന് റെഡി ആയിട്ട് സ്പ്രിംഗ് ഫെസ്റ്റിവലിന് പോവാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായി നിൽക്കുന്ന മഞ്ഞപ്പൂക്കളാണ്. നല്ല രസമല്ലേ? സോ ബ്യൂട്ടിഫുൾ. ഗൈസ്, അപ്പം നമ്മൾ ഞാൻ റെഡിയായി. ഞാനും കൊച്ചും മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ ബിബിനെ കുറേ നിർബന്ധിച്ചു. പക്ഷേ ബിബിനെ ഇങ്ങനത്തെ എക്സിബിഷനും കാര്യങ്ങളൊന്നും പണ്ടേ തൊട്ട് ഇഷ്ടമല്ല. ബിബിന് എത്രത്തോളം ഇഷ്ടമല്ല, എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതവിടെ ബാലൻസ്ഡ് ആയല്ലോ. അപ്പോൾ നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം. ഞങ്ങൾ ഒരു 5-6 മാസം മുന്നേ ഒരു ഏഷ്യൻ ഫെസ്റ്റിവലിന് വന്നായിരുന്നേ. അത് ഭയങ്കര കുഞ്ഞതായിരുന്നു. ഞാൻ ഒത്തിരി എക്സ്പെക്ടേഷൻ വന്നിട്ട് മൊത്തം കുളമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ദിസ് ഈസ് ഇന്റർനാഷണൽ ലെവൽ. ഒരു ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഇറ്റ്സ് എ വെരി ബിഗ് ഹൈസ്കൂൾ. ആ ഗ്രൗണ്ട് നിറച്ചു ആൾക്കാരാണ്, ലോട്ട് ഓഫ് കാർസ്. ഞങ്ങളൊരു 1/2 മണിക്കൂർ ഇവിടെ കിടന്ന് ചുറ്റി.
പാർക്കും കിട്ടാനായിട്ട് അത്രയ്ക്ക് പാടായിരുന്നു. ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ദെയർ. ഐ എം സോ ഹാപ്പി. ഒത്തിരി നാൾ കൂടിയാണ് ഞാനിങ്ങനെ ഒത്തിരി മനുഷ്യരെ ഒരുമിച്ച് കാണുന്നതും ഇങ്ങനെ ഒരു എക്സിബിഷനൊക്കെ പോകുന്നത്. ഐ ആം സോ 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 എക്സൈറ്റഡ്. ഇതാണ് ഹൈസ്കൂൾ, ഇവിടുത്തെ മെയിൻ ഹൈസ്കൂളാണിത്. കൊച്ചു എങ്ങാനും ഇവിടെ കണ്ടിന്യൂ ചെയ്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചുമൊക്കെ പഠിക്കേണ്ട ഒരു ഹൈസ്കൂളാണിത്. അപ്പം ഇതെല്ലാ രാജ്യത്തിൻ്റെ ഫ്ലാഗ്സ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുവാണ്. ഇന്ത്യൻ യാ നമ്മൾ വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഫുഡ് കഴിക്കുക എന്നുള്ളതല്ലോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഫുഡ് ലെറ്റ് us see. എല്ലാം ഈ കാണിച്ച ഒരു 11 രാജ്യങ്ങളിലെ ഫുഡ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, പറ്റുന്ന പോലൊക്കെ എന്തെങ്കിലും കഴിക്കാം. അങ്ങോട്ടാ വെച്ചു ഫുഡ് ഫുഡ് മെയിൻ കഫറ്റീരിയ അവിടെ. നിങ്ങൾക്ക് പിസ്സ മാത്രം മതിയോ? വേറെ അമ്മ വേറെ ഫുഡ് കഴിക്കാൻ പോവാ. I want pizza and പിസ്സ ആൻഡ് everything. എവറിത്തിങ്ങോ? ഫൈനലി നമ്മൾ കറങ്ങി തിരിഞ്ഞ് ബിരിയാണിയും നമ്മുടെ മാംഗോ ലസ്സി ഒക്കെ തന്നെ കഴിക്കുന്നതാണ് തോന്നുന്നത്. നമ്മൾ ഇവിടെ കുറെ ഫുഡിന്റെ കുറെ സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് is this chicken 65? No, it's a chicken lollipop. You want that? Yeah, one plate of that. നമ്മളപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു എക്സിബിഷൻ്റെ ഹോളിലോട്ട് വന്നു. ഓ മൈ ഗോഡ്, എന്തൊരു ആളും തിരക്കുമായിരുന്നു അറിയും ഇതിൻ്റെ അകത്ത്. ഞാൻ കുറേ നാളുകൂടിയാണ് ഇത്ര ആൾക്കാരെ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത്. പിന്നെ എനിക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒത്തിരി വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മളിങ്ങനെ ഓരോ സ്റ്റോറൊക്കെ കണ്ടു. പിന്നെ ഇവിടെ കണ്ടില്ലേ ഡാൻസും പരിപാടികളും. ഇതൊരു സ്പാനിഷ് ടൈപ്പ് ഡാൻസാണെന്ന് തോന്നുന്നു. കൂടുതൽ സ്പാനിഷ് ആൾക്കാരുടെ ഡാൻസും പിന്നെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാറ്ററിയുടെ ചാർജൊക്കെ ഏകദേശം തീരാറ്. ഇതൊരു റോബോട്ടിൻ്റെ ഒരു വേഷം കെട്ടിയ ഒരു മനുഷ്യന് ഭയങ്കര ഹൈറ്റുള്ള ഒരാൾ അതുവഴി നടക്കുന്നുണ്ടായിരുന്നേ. ഇത് വേറൊരു ഡാൻസ്. അപ്പം യാ ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ കുറേ ഇന്ത്യൻ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഡാൻസൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ എക്സിബിഷൻ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര ഒരു എക്സിബിഷനായി പോയത്. ഭയങ്കര ആളും ബഹളവും. ഓ മൈ ഗോഡ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ ഒത്തിരി നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോയാൽ കുച്ചു എൻ്റെ കയ്യിൽ നിന്ന് പോകും. കുച്ചു ഒരുമാതിരി ഒരു വട്ട് പിടിച്ചൊരവസ്ഥയായിപ്പോയി. അവൻ അത് വേണം ഇത് വേണം അങ്ങനെ മൊത്തത്തിൽ ഒരു അവസാനം ഞങ്ങൾ രണ്ടും തല്ലി പിരിഞ്ഞു. അവൻ എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ എന്തോ ഒരു പേപ്പർ ക്രാഫ്റ്റിൻ്റെ എന്തോ ഒരു സാധനം അത് വേണമെന്ന് പറഞ്ഞ് വാശിയായി. അതിന് $35. ഞാൻ പറഞ്ഞ് മേടിച്ച് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു $5-10 മേടിക്കാം. $35 കൊടുക്കുന്നതിൻ്റെ അല്ല, അതിന് ഒട്ടും വേർത്തല്ല എടുത്ത ഒരു സാധനം. ഇങ്ങനെ എക്സിബിഷനൊക്കെ ആകുമ്പോഴത്തേനും അവർ ഒത്തിരി പൈസ മേടിക്കുമല്ലോ. ഞാൻ പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അടിച്ച് പിരിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് വലിയ സുഹൃത്തുക്കളായിട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പം അടിച്ചു പിരിഞ്ഞ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഫുഡ് എടുക്കുന്ന വീഡിയോ എടുത്തെന്ന് തോന്നുന്നു, അല്ല മേടിക്കുന്ന വീഡിയോ. പിന്നെ കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ആൾക്കാരുടെ നടുക്കരുത് ബഹളത്തിലായിരുന്നു നമ്മൾ കഴിച്ച്. നമ്മൾ ബിരിയാണിയും മാംഗോ ലസ്സിയും പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റവും കഴിച്ചു. നമ്മൾ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഇവിടുത്തെ എക്സിബിഷനൊക്കെ പോകാനായിട്ട് ഉള്ള ഒരു ഇഷ്ടം. എനിക്ക് പൊതുവേ എക്സിബിഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലാകുമ്പോഴും ഞാൻ ഇങ്ങനെ ട്രിവാൻഡ്രത്താകുമ്പോഴും എക്സിബിഷനൊക്കെ പോകുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ പോകുന്നതിൻ്റെ രണ്ടാമത്തെ എക്സിബിഷൻ. ആദ്യത്തെ എക്സിബിഷൻ അവർ ഏഷ്യൻ എക്സിബിഷൻ പോയെന്ന് പറഞ്ഞല്ലോ, അത് അട്ട ഫ്ലോപ്പായിരുന്നു. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റേഷന് പോയിട്ട് പ്രത്യേകിച്ച് അത്ര രസമില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പോയപ്പോഴും അങ്ങനെ ഒരു ഇതിലാണ് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരമായിരുന്നു. എല്ലാ നാട്ടുകാരും ലൈക്ക് ലോട്ട് ഓഫ് പ്രോഗ്രാംസ്, കുറേ ഡാൻസും അതും ഇതും കുറേ ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡും പല ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കറങ്ങി നടന്നിട്ട് കണ്ടിട്ട് പിന്നെ അവസാനം നമ്മുടെ ബിരിയാണിയും ഒക്കെ തന്നെയാണ് കഴിച്ചത്. എനിവേ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നു. കുറച്ച് നേരം ഇപ്പോൾ ഇവിടെ സമ്മർ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ആയിരുന്നു. അങ്ങനെ ടയർഡായി കുറച്ച് നേരം കിടന്നുറങ്ങി. ഇപ്പോൾ എഴുന്നേറ്റു. കൊച്ചും ഇവനും കൂടെ എവിടെ പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഡിന്നറിനുള്ള പരിപാടിയൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ദാറ്റ് വാസ് എ ക്വിക്ക് വ്ലോഗ്. I hope you enjoyed this vlog. See you all with another video. Bye bye.